ഏപ്രിൽ 7 ദിവ്യകാരുണ്യ ഞായറാഴ്ച. യോഹന്നാൻ 20:19 മുതൽ 31 വരെ വാക്യങ്ങൾ. തിരുസഭ ഇന്ന് ദൈവത്തിൻ്റെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ മരിയ ഫൗസ്റ്റീന കൊവാൽസ്ക ഒരു പോളിഷ് കത്തോലിക്ക സന്യാസിനിയും മിസ്റ്റിക്കും ആയിരുന്നു. ഫൗസ്റ്റീനയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ ദർശനമുണ്ടായിരുന്നു. അത് ദൈവിക കാരുണ്യത്തോടുള്ള കത്തോലിക്ക ഭക്തിയെ പ്രചോദിപ്പിക്കുകയും അവർക്ക് ദിവ്യകരുണയുടെ സെക്രട്ടറി എന്ന പദവി ലഭിക്കുകയും ചെയ്തു. 2000 ഏപ്രിൽ 30 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സിസ്റ്റർ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ആ വേളയിൽ തന്നെ എല്ലാ വർഷവും ഈസ്റ്ററിൻ്റെ 2ാമത്തെ ഞായറാഴ്ച സാർവത്രിക സഭയ്ക്കായി പരിശുദ്ധ പിതാവ് കരുണയുടെ തിരുനാൾ ഏർപ്പെടുത്തി. ഇന്നത്തെ കുർബാനയുടെ പ്രാരംഭ പ്രാർത്ഥന പിതാവിനെ നിത്യകരുണയുടെ ദൈവം എന്ന് അഭിസംബോധന ചെയ്യുന്നു. സങ്കീർത്തനത്തിൽ അവൻ്റെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് ആവർത്തിക്കുന്നുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ്റെ കഷ്ടപ്പാടുകളാലും മരണത്താലും പുനരുദ്ധാനത്താലും നമ്മുടെ രക്ഷകനും കർത്താവുമായി അയച്ചുകൊണ്ട് തൻ്റെ കരുണ വെളിപ്പെടുത്തി. ഇന്നത്തെ സുവിശേഷത്തിൽ അനുരഞ്ജനത്തിൻ്റെ കൂദാശയെക്കുറിച്ച് നാം വ്യക്തമായി ഓർമ്മിക്കുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാർക്ക് നൽകിയ പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് അത് ക്ഷമിക്കപ്പെടുന്നു, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിലനിർത്തുന്നുവോ അവ നിലനിർത്തപ്പെടുന്നു എന്ന് പറയുന്നു. ഫൗസ്റ്റീനയുടെ ഡയറി പ്രകാരം ഈ ദിവസം ജീവൻ്റെ ഉറവയെ സമീപിക്കുന്നവർക്ക് പാപമോചനവും ശിക്ഷയിൽ നിന്നുള്ള ഇളവും നൽകപ്പെടുന്നു. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഏതൊരാൾക്കും പൂർണ്ണമായ പാപമോചനവും ശിക്ഷ ഇളവും ലഭിക്കും. ഉദ്ധിതനായ കരുണയുടെ കർത്താവിൻ്റെ സർവ്വവേഭ്യായ സാന്നിധ്യത്തിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം ഇന്നത്തെ സുവിശേഷം ഊന്നിപ്പറയുന്നു. കാണാതെ വിശ്വസിക്കുക എന്നത് പിന്നീടുള്ള ഓരോ ക്രിസ്ത്യാനിയുടെയും അനുഭവമാണ്. ഉയർത്തെഴുന്നേറ്റ കാരുണ്യനാഥന് നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് സംശയങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ സംശയിക്കുന്ന അപ്പോസ്തലനായ തോമസ് വിശ്വാസത്തിൻ്റെ മഹത്തായ പ്രഖ്യാപനം നടത്തുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ള അതിരൂക്ഷമായ സന്ദേഹവാദി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റുപറച്ചിൽ ഉച്ചരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ സംശയിക്കുന്ന തോമസിൻ്റെ ഈ പ്രഖ്യാപനം 2 കാരണങ്ങളാൽ പ്രാധാന്യമർഹിക്കുന്നു. ഒന്ന്, അത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. നമ്മുടെ വിശ്വാസം യേശുവിൻ്റെ ദിവ്യത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പ്രത്യേകിച്ച് മരിച്ചവരിൽ നിന്നുള്ള അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പരമോന്നത അത്ഭുതത്താൽ
യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഏറ്റവും ശക്തമായ തെളിവാണ് തോമസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം. 2. തോമസിൻ്റെ വിശ്വാസം യേശുവിന് സ്വയം കീഴടങ്ങലാണ്. AD 52 ഇന്ത്യയിലേക്കുള്ള വീരോചിതമായ മിഷണറി പര്യവേഷണം, നിർഭയമായ പ്രസംഗം, AD 72 അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യം, ഇതെല്ലാം ശക്തമായ സാക്ഷ്യം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം വിശ്വാസയാത്രയിൽ നമുക്കുണ്ടായേക്കാവുന്ന സംശയങ്ങളും ചോദ്യങ്ങളും പരിഗണിക്കാം. നമ്മുടെ പോരാട്ടങ്ങളിൽ യേശു ക്ഷമയുള്ളവനും നമ്മെ മനസ്സിലാക്കുന്നവനും നമ്മോടൊപ്പം ആയിരിക്കുന്നവനുമാണ് എന്ന് ഓർക്കുക. ആഴമേറിയതും അർത്ഥവത്തായതുമായ ഒരു വിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുകയും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ അവൻ നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.